ഏറ്റവും ബഹുമാനായ അധ്യക്ഷൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് മേലിൽ, ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മിനിസ്റ്റർ ശ്രീ റോഷി അഗസ്റ്റിൻ, വേദിയിലുള്ള ജനപ്രതിനിധികൾ, അധ്യാപകർ, ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനായ PTA പ്രവർത്തകർ, വിവിധ സ്കൂളുകളുടെ ഭാരവാഹികൾ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ, എന്തായാലും വലിയ സന്തോഷം. കാരണം കഞ്ഞിക്കുഴി എന്ന ഈ ഒരു പട്ടണത്തിൽ ഇത്രയും വലിയ ഉത്സവം നടത്താൻ നമുക്ക് സാധിക്കുന്നു എന്നത് വലിയ ആശങ്കയായിരുന്നു. കഞ്ഞിക്കുഴി ഇങ്ങനെയൊരു റവന്യൂ ജില്ലാ കലോത്സവത്തിന് അനുമതി ലഭിക്കുമോ എന്നുള്ളത് എന്നോടിപ്പം വേറെ ബഹുമാനായ DD ഇപ്പൊ വേദിയിൽ എന്ന് പറഞ്ഞത്, കഞ്ഞിക്കുഴിയെ പറ്റി എല്ലാവർക്കും വലിയ തെറ്റിദ്ധാരണയാണ്. പുറത്തുള്ളവർക്ക് ധരിക്കുന്നത് കഞ്ഞിക്കുഴി എന്ന ആ വാക്ക് കേൾക്കുമ്പോൾ സൗകര്യങ്ങളില്ലാത്ത ഒരു ചെറിയ ഗ്രാമമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് കഞ്ഞിക്കുഴിയിൽ ഇങ്ങനൊരു വലിയ മഹോത്സവം നടത്തുന്നതിന് സാധ്യമാവുമോ എന്നൊരു സംശയം ഉദിച്ചത്. പക്ഷെ ഇപ്പോൾ അടുത്തറിഞ്ഞപ്പോൾ മനസ്സിലായി അതൊന്നുമല്ല. എല്ലാ സൗകര്യം നിറഞ്ഞ വാഹന സൗകര്യമുള്ള, ചികിത്സാ സൗകര്യമുള്ള, താമസ സൗകര്യമുള്ള, ഭക്ഷണത്തിന് സൗകര്യമുള്ള, ഇരിപ്പിടത്തിന് സൗകര്യമുള്ള, ഗ്രൗണ്ടുള്ള, എല്ലാ രീതിയിലും സൗകര്യമുള്ള ഒരു സ്ഥലമാണ് കഞ്ഞിക്കുഴി എന്നുള്ളത്. എനിക്കെന്റെ പ്രിയപ്പെട്ട എല്ലാ കമ്മിറ്റികളോടും സംഘാടകരോടും ആതിഥേയ സ്കൂൾ മാനേജർ എന്ന നിലയിൽ ഒരു അഭ്യർത്ഥന പറയാനുള്ളത്, നമ്മുടെ മക്കൾ പങ്കെടുക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു വലിയ ഉത്സവം എന്ന നിലയിൽ ആദ്യ അവസാനം വരെ ഈ പ്രോഗ്രാമിൻ്റെ, ഈ മത്സരങ്ങളുടെ എല്ലാ രംഗത്തുമുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും പ്രോത്സാഹനവും എല്ലാവരുടെയും ഭാഗത്തുണ്ടാവണം. നമ്മുടെ എല്ലാവരുടെയും കഞ്ഞിക്കുഴി എന്ന ഗ്രാമത്തിൻ്റെയും വിവിധ സ്കൂളുകളുടെയും നമ്മുടെ എല്ലാവരുടെയും മക്കളുടെയും ജനപ്രതിനിധികളുടെയും എല്ലാവരുടെയും ഒരുമിച്ചുള്ള ഒരു വലിയ ആഘോഷമാക്കി വലിയ സൗഹാർദ്ദത്തോടെ ഇത് വിജയിപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും, ഇതിൽ നാളെ മുതൽ പങ്കെടുക്കാൻ വരാനിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും എല്ലാവിധ വിജയാശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഭവ്യ കണ്ണങ്ങ അവരെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഈ വേദിയിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മളുടെ ജോർജ് ജോസഫ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഈ വേദി സ്വാഗതം ചെയ്ത വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാജി എസ് അവർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മന്ത്രി റോസി അഗസ്റ്റിൻ അവർ, മറ്റും ഈ വേദിയിലിരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി മെമ്പർ, മറ്റും ത്രിതല രാഷ്ട്രീയ നേതാക്കൾ, മറ്റും ഈ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമുക്കറിയാം, നമ്മളുടെ ഓരോരുത്തരും ഓരോരു താലൂക്കിൽ സബ് ജില്ലയുടെ എല്ലാ കലോത്സവവും കഴിഞ്ഞ് നമ്മുടെ ജില്ലയുടെ സ്കൂൾ കലോത്സവത്തിനാണ് ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് ആകാംക്ഷയോടാണ് ഈ പരിപാടിക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാ വിദ്യാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്നത് തന്നെ വളരെ അവർക്ക് കിട്ടിയ ഒരു നല്ല അവസരമാണ്. തോൽവിയും ജയവും ഒരുപോലെ കണ്ടുകൊണ്ട് ഇനിയും നമുക്ക് ഒരുപാട് പടികൾ മുന്നോട്ട് ഉണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ജില്ലാ പഞ്ചായത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. യോഗത്തിന് ആശംസകൾ സംസാരിക്കുന്നതിനായി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റജിയെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ഉദ്ഘാടന യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് അവർ, ഈ യോഗം ഔപചാരികമായി ഇവിടെ ഉദ്ഘാടനം ചെയ്ത ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവർ,
ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ഭവ്യ കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ എം പി രാജേശ്വരി രാജൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മത സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ, അധ്യാപകരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, കുഞ്ഞുമക്കളെ, ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം 35ാമത്. നമുക്കറിയാം, വളരെ സാഹസികമായി തന്നെ ഈ കലോത്സവം ഇവിടെ നടത്തുന്നതിന് മുൻകൈ എടുത്ത നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിന് ആദ്യമേ തന്നെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. നമുക്കറിയാം, ഒരു കലോത്സവം വളരെ വിജയകരമായി നടത്തുന്നതിന് ഒത്തിരി ഘടകങ്ങൾ ആവശ്യമുണ്ട്. അപ്പോൾ ഈ സ്കൂളിൽ ഇത് നടത്തുന്നതിന് വേണ്ടി അവർ ആവശ്യപ്പെടുകയും ഈ സ്കൂളിൽ അവരെ സമ്മതിക്കുകയും ചെയ്തു. എത്ര നന്നായി നടത്തിയാലും എന്തെങ്കിലും വിമർശനങ്ങൾ എപ്പോഴും എല്ലാ മേഖലകളിലും ഉണ്ടാവുക സ്വാഭാവികമാണ്. എങ്കിലും അതെല്ലാം തരണം ചെയ്ത് നല്ല രീതിയിൽ ഈ സ്കൂൾ കലോത്സവം മുന്നോട്ട് പോകുന്നതിന് വേണ്ടി നമുക്ക് തുടക്കം മുതൽ കമ്മിറ്റികൾ രൂപീകരിക്കുകയും ചെയർമാൻമാർ തിരഞ്ഞെടുക്കുകയും കൂടാതെ അതിലേക്ക് അംഗങ്ങളെ അണിയുകയും ഒക്കെ ചെയ്തു. നമുക്ക് രാവിലെ 9:30 പതാക ഉയർത്തലോടെ DD പതാക ഉയർത്തി അതിനുശേഷം നല്ല വർണ്ണശബളമായ ഒരു വിളംബര ജാഥ ഇവിടെ നടത്തി. കഞ്ഞിക്കുഴി പുളവണിയിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു വിളംബര ജാഥയായിരുന്നു. വളരെ സന്തോഷം തോന്നി. അതിൽ കഞ്ഞിക്കുഴിയുടെ പരിസര പ്രദേശങ്ങളിലെ എല്ലാ സ്കൂളുകളിലെയും കുട്ടികളും അധ്യാപകരും വളരെ ചിട്ടയോടുകൂടി തന്നെ അതിൽ പങ്കെടുത്തു. അത് തന്നെ നമ്മുടെ സ്കൂളിന് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ സംഘാടകർ വളരെയേറെ നന്നായി പരിശ്രമിച്ചതിന്റെ ഫലമാണ് ഇന്ന് തുടക്കം നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. ഈ തുടക്കം ഇതുപോലെ തന്നെ നമുക്ക് 30-ാം തീയതിയിൽ അവസാനിക്കുന്ന വരെയുള്ള സമയം വരെ എല്ലാവരും ഈ പ്രോഗ്രാമിൽ അച്ചടക്കത്തോടും ചിട്ടയോടും കൂടി പങ്കെടുത്താൽ നമുക്ക് നമ്മുടെ ഈ റവന്യൂ ജില്ലാ കലോത്സവം വളരെ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കും. അതിന് ഈ നാട്ടിലെ നല്ലവരായ എല്ലാ ആളുകളുടെയും അതുപോലെ ഇവിടെ പങ്കെടുക്കാൻ എത്തുന്ന എല്ലാ സ്കൂളുകളെയും നമ്മൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യണം. ഇത് സ്കൂളിലെ മാനേജ്മെന്റിന്റെ മറ്റ് അധ്യാപകരുടെയും ഒന്നും മാത്രം കാര്യമല്ല, നമ്മുടെ ദേശത്ത് വന്നിരിക്കുന്ന ഒരു ഉത്സവം തന്നെയാണ് നമുക്ക് കലോത്സവമായിട്ട് കണക്കാക്കേണ്ടത്. അത് എല്ലാ രീതിയിലും മികവുറ്റതാക്കാൻ ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അതോടൊപ്പം ഇന്നു മുതൽ 30-ാം തീയതി വരെ ഇവിടെ പങ്കെടുക്കാനെത്തുന്ന എല്ലാ സ്കൂളുകൾക്കും വിദ്യാശംസകൾ നേർന്നുകൊണ്ട് ഈ സ്കൂൾ കലോത്സവം ഇവിടെ നടത്തുന്നതിന് വേണ്ടി പരിശ്രമിച്ച അധ്യാപകർക്കും മാനേജ്മെന്റിനും ഒരിക്കൽ കൂടി ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രാജേശ്വരി രാജനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവ വേദിയുടെ ഔപചാരികമായ ഉദ്ഘാടന വേദിയുടെ അധ്യക്ഷയായിരിക്കുന്ന ഏറ്റവും ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ അവറുകൾ, ഈ കലോത്സവം ഭദ്രദീപം കൊളുത്തി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറ്റവും ബഹുമാന്യനായ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ അവറുകൾ, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ത്രിതല പഞ്ചായത്തിന്റെ ജനപ്രതിനിധികൾ, വിവിധ മത സാമൂഹിക സാംസ്കാരിക തലങ്ങളിൽ കക്ഷി രാഷ്ട്രീയങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, സ്കൂൾ മാനേജർ, ഏറ്റവും ബഹുമാന്യരായ അധ്യാപകര്, അനധ്യാപകര്, ഈ സ്കൂൾ കലോത്സവത്തിന്റെ റാലിയിൽ പങ്കെടുക്കുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന വിവിധ സ്കൂളിനെ പ്രതികരിച്ചിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, അധ്യാപകര്, ഈ നാട്ടിലെ നല്ലവരായ നാട്ടുകാര്, ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ സ്കൂളിലെ വിദ്യാർത്ഥിനികളെ, നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ മഹാ ഉത്സവമാക്കി മാറ്റുവാനായിട്ട് ഈ സംഘാടക സമിതിക്ക് ഈ സ്കൂൾ കലോത്സവ വേദി ധന്യമാകട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം വിവിധ സ്കൂളുകളിൽ നിന്ന് ഇവിടെ മത്സരത്തിന് എത്തുന്ന കുരുന്നുകൾക്ക് വിജയാശംസകൾ നേരുന്നതോടൊപ്പം ഈ പ്രോഗ്രാം കുറ്റമറ്റതാക്കി തീർക്കുവാനായിട്ട് എല്ലാ സംഘാടക സമിതി അംഗങ്ങളും അതുപോലെ തന്നെ വിവിധ കമ്മിറ്റികളുടെ ചെയർമാൻമാരുടെ നേതൃത്വത്തിലുള്ള ആളുകൾക്കുമൊക്കെ സാധിക്കട്ടെ എന്നും ഇത് നമ്മുടെ കഞ്ഞിക്കുഴിയുടെ ഉത്സവമാക്കി മാറ്റുവാനായിട്ട് എല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മത്സരിക്കുവാനെത്തുന്ന കുരുന്നുകൾക്ക് വിജയാശംസകൾ നേടുന്നതോടൊപ്പം ഈ സ്കൂൾ കലോത്സവ വേദിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ
യോഗത്തിന് ആശംസയർപ്പിക്കുന്നതിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ പ്രദീപ് എം.എൽ.എ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും സ്നേഹനിർണയ യോഗാധ്യക്ഷനും ഇടുക്കി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ ജോർജ് ജോസഫ് അവരുള്ള ഈ യോഗം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ഇടുക്കിയുടെ പ്രിയങ്കരനായിട്ടുള്ള എം.എൽ.എയും മന്ത്രിയുമായിട്ടുള്ള റോഷി അഗസ്റ്റിൻ അവരുകൾ, മറ്റ് വേദിയിലിരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തി, ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള കലാപ്രേമികൾ, നല്ലവരായിട്ടുള്ള വിദ്യാർത്ഥികൾ, ഇടുക്കിയുടെ 35ാമത് ജില്ലാ കലോത്സവമാണ് ഇന്ന് ബഹുമാനപ്പെട്ട DD ഇന്ന് 9 മണിക്ക് കൊടി ഉയർത്തി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഈ വരുന്ന 30-ാം തീയതി വരെ നമ്മുടെ കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാ ഉത്സവം തന്നെയാണ്. നമ്മളെല്ലാം വളരെയധികം ആഗ്രഹിച്ച, അല്ലെങ്കിൽ നമ്മളെല്ലാം ഒരുപാട് ഇങ്ങനെ ഒരു പരിപാടി നടത്തണമെന്ന് കൊതിച്ചിട്ടുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ തുടങ്ങിയിരിക്കുന്നത്. ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള നമ്മുടെ കുട്ടികൾ, വളരെയധികം സാമ്പത്തിക പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ വലിയൊരു കലാവിരുന്നാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ആ പ്രോഗ്രാമുകളിലെല്ലാം നല്ല പങ്കാളിത്തത്തോടുകൂടി വിജയിപ്പിക്കുന്നതിനും അവർക്ക് നല്ല പ്രോത്സാഹനം കൊടുക്കുന്നതിനും നമുക്ക് ഏവർക്കും കഴിയണം. ഇത്തരം പരിപാടികളിലൂടെ നമ്മുടെ നാട് ഇപ്പോൾ വലിയ രൂപത്തിൽ മാറ്റമുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമുകളെല്ലാം എല്ലാവരും നല്ല സാന്നിധ്യത്തോടുകൂടി ഇന്ന് കണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ആവേശകരമായ ഒരു പ്രോത്സാഹനം കൊടുക്കട്ടെ എന്നും ഈ പരിപാടി നല്ല വിജയമായി തീരട്ടെ എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. ഈ യോഗത്തിന് ആശംസയർപ്പിക്കുന്നതിനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ബിനോയ് വർക്കീനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവത്തിൻ്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ, ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ്, ഈ കലോത്സവം ഇവിടെ ഉദ്ഘാടനം ചെയ്ത ബഹുമാനായ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, വേദിയിലിരിക്കുന്ന പ്രിയമുള്ളവരെ, ഈ കലോത്സവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ചവരുടെ സവിസ്തരം പ്രതിപാദിച്ചു കഴിഞ്ഞു. ഇനി വലിയ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിൽ ഈ സ്കൂളിൻ്റെ പ്രാധാന്യം ഞാനൊക്കെ 91, 92, 93 ആ കാലഘട്ടത്തിലൂടെ നിന്ന് പഠിച്ചിറങ്ങിയതാണ്. അന്ന് ഇന്ന് കാണുന്നത് പോലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങളൊന്നും നമ്മുടെ നാട്ടിലില്ല. അന്ന് ആ കാലത്ത് ഈ ശ്രീനാരായണ ഹൈസ്കൂള് ഈ നാട്ടിലെ കുട്ടികളെ, അതായത് നിർധനരായ കുട്ടികളെ ഇനിയ കൈകളും നേടി സ്വീകരിച്ച് അവർക്ക് വിദ്യാഭ്യാസം നൽകി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലേക്ക് പറഞ്ഞയക്കുന്നതിന് നിർണായക ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇവിടെ ആയിരക്കണക്കിന് കുട്ടികൾ പഠിച്ചിറങ്ങി പുറത്തോട്ട് പോയിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതം നല്ല ഭാവി ജീവിതം ഭദ്രമാക്കുന്നതിനും ഈ വിദ്യാഭ്യാസം അവരെ വലിയ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് ഞാൻ എന്ന് പറയുന്നതിൽ വലിയ അഭിമാനമുണ്ട്. നമ്മളൊക്കെ ഈ സ്കൂളിന്റെ മുറ്റത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ഗതകാല സ്മരണകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ദാരിദ്ര്യത്തിന്റെ നടുവിൽ നിന്ന് പഠിപ്പിച്ച ഇവിടുത്തെ അധ്യാപകർ കുട്ടികൾക്ക് കൈത്താങ്ങായിരുന്നു. ഞാൻ ഓർക്കുന്നു, അന്ന് പല അധ്യാപകരും ഉച്ചയ്ക്ക് ഭക്ഷണമില്ലാതെ വരുന്ന കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തു കൊടുക്കുമായിരുന്നു. അതൊക്കെ വാങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. ആ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വലിയ ഒരു ബന്ധമായിരുന്നു. ഈ സ്കൂൾ നമ്മുടെ ജില്ലയിൽ അറിയപ്പെടുന്ന സ്കൂളാണ്. ഈ സ്കൂളിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്ന PTA ഭാരവാഹികളും ഈ സംഘടനാ കമ്മിറ്റികൾക്കും എല്ലാം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കിൽ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്. താങ്ക് യു സർ. ഈ യോഗത്തിന് ആശംസയർപ്പിക്കുന്നതിനായി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ സിബിഷൻ തോമസിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് ജോസഫ് വയലിൽ, നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഇടുക്കിക്ക് എന്നും പ്രിയങ്കരനായ ഇടുക്കി കേരളത്തിന്റെ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി സാർ, ഹയർ സെക്കൻഡറിയുടെ കോട്ടയം ഇടുക്കി ജില്ലാ RD ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ, ഏറെ ബഹുമാന്യരായ ജനപ്രതിനിധികളെ, സമയത്തിന്റെ ഒരു പരിമിതി കൊണ്ടാണ് എല്ലാ ആളുകളെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യേണ്ടതാണ്. എങ്കിലും ഇത്ര മനോഹരമായി 35ാമത് ഇടുക്കി ജില്ലാ കലോത്സവം
കഞ്ഞിക്കുഴിയിൽ വെച്ച് നടക്കുന്നു എന്നുള്ളത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയ സന്തോഷകരമായ കാര്യമാണ്. ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നത് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ച ഈ സ്കൂളിന്റെ മാനേജർ ബഹുമാനായ ബിജുമാധവൻ സാറിനോടുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഏറെ വിഷമങ്ങളുണ്ടെങ്കിലും ഏറെ പരിമിതികളുണ്ടെങ്കിലും അതെല്ലാം കൂട്ടായ ഉത്തരവാദിത്വത്തോടുകൂടി ഇതിന് മുന്നിട്ട് ചുക്കാൻ പിടിക്കുന്നത് ബിജു സാറാണ്. ഏറെ ആദരവോടെ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്റെ എല്ലാ അനുമതിയും നൽകിയത് ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഷാജി സാറാണ്. കയ്യും മെയ്യും മറന്ന് എല്ലാവരോടും ഒന്നിച്ചു ഈ പരിപാടി വിജയമാക്കുവാൻ പ്രിയപ്പെട്ട ഷാജി സാർ കാണിക്കുന്ന നന്മനസ്സിന് ഏറെ നന്ദിയുണ്ട്. ഏറാദരവോട് ഇതിനോട് ഈ സംഘാടക സമിതിയോട് ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇത് പൂർണ്ണമായി നമ്മൾ എങ്ങനെ ആഗ്രഹിക്കുന്നോ അത്തരത്തിൽ ഇത് വിജയമായി മാറട്ടെ, അതിനുള്ള എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. വിളംബരജാഥയിൽ 2ാം സ്ഥാനം നേടിയ GLPS അൻസിക്ക് വേണ്ടി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ആ സ്കൂളിന്റെ PTA പ്രസിഡന്റിനെയും ആദരവ് നൽകുന്നതിനായി ഇടുക്കി ഡെപ്യൂട്ടി ഡയറക്ടർ ബഹുമാനപ്പെട്ട ഷാജി സാറിനെയും ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതോടൊപ്പം ഹൈസ്കൂൾ വിഭാഗം 2ാം സ്ഥാനം നേടിയ STHS പുന്നിയാറിലെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. താങ്ക് യു സർ. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി സ്വീകരണ കമ്മിറ്റി ചെയർമാൻ ശ്രീ DD മാധി അയ്യപ്പൻ സാറിനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ അവർ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ജലവകുപ്പ് മന്ത്രി കോശികൃഷ്ണൻ അവർ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, എനിക്ക് ഒറ്റ വാചകത്തിലെ ഒരാശംസയുള്ളൂ. കഞ്ഞിക്കുഴി വെച്ച് ഈ 35ാമത് കലോത്സവം നടക്കുമ്പോൾ അത് കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് ഒരു ചരിത്ര സംഭവമായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇന്ന് വാക്കുകൾ താങ്ക് യു സർ. ആശംസയർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇടുക്കി പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ജിഷ സുരേന്ദ്രനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് സ്വാഗതം ആശംസിച്ച നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ ഷാജി സാറ്, അധ്യക്ഷനായിട്ടിരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ ബഹുമാന്യായ പ്രസിഡന്റ് ജോർജ് ജോസഫ് വയലി അവർ, ഈ മഹായോഗത്തിന് നമ്മൾക്ക് ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ജലവകുപ്പ് വകുപ്പ് മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിൻ അവർ, വേദിയിലെ സദസ്സിലുള്ള പ്രിയപ്പെട്ടവർ, നമ്മുടെ 35ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ ഒരു മാമാങ്കമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും വളരെ സന്തോഷം അറിയിച്ചുകൊണ്ടും എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ടും എൻ്റെ വാക്കുകൾ നടത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശംസകൾ സംസാരിക്കുന്നതിനായി ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ ശ്രീമതി PC കൗൺസിലിനെ ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജോർജ് ജോസഫ് അവർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അവർ, വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, നമ്മളോട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 35 വർഷം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു കലോത്സവ വേദി ഒരുങ്ങുന്നതിനായിട്ട്. ആദ്യം തന്നെ അതിനായി പരിശ്രമിച്ച മാനേജ്മെൻറ്റിനോടും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ തന്നെ ഒരു മഹോത്സവമായി മാറട്ടെ. അതുപോലെ തന്നെ ഇവിടെ വന്നു ചേരുന്ന കുട്ടികൾക്കും ഇവിടെ പങ്കെടുക്കുന്ന കലാകാരന്മാർക്കും എല്ലാവിധ വിജയഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗത്തിന് ആശംസകൾ സംസാരിക്കുന്നതിനായി കമ്മിറ്റി ചെയർമാൻ
ഈ കലോത്സവ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ജോർജ് ജോസഫ് അവർ ഇവിടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ജല വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ സാർ, ഈ സ്കൂളിൻ്റെ മാനേജർ ബിജു മാധവൻ അവർ, ബഹുമാനപ്പെട്ട മറ്റ് ജനപ്രതിനിധികൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയമുള്ളവർ, നമ്മളെ അപേക്ഷിച്ച് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ഇന്ന് വളരെ ഭംഗിയായ രീതിയിലൂടെ നടന്നിരിക്കുകയാണ്, തുടക്കം കുറിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, വളരെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരും കുട്ടികളും ഒക്കെ വന്ന് നല്ല രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടിട്ടുള്ളത്. ഇനിയും കൂടുതൽ വരും ദിവസങ്ങളിലും നല്ല രീതിയിൽ നമ്മുടെ ഈ കലോത്സവം ഭംഗിയായ രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയും ഒക്കെ നമ്മുടെ എല്ലാവരുടെയും നല്ല രീതിയിലുള്ള സഹകരണം വേണം. ഈ സ്കൂള് ഇത്രയും ഭംഗിയായ രീതിയിൽ ഈ കലോത്സവ വേദിയെ ഏറ്റെടുത്തിരിക്കുന്ന ഈ സ്കൂളിന് എല്ലാവിധ ആശംസയും അർപ്പിക്കുന്നു. അതോടൊപ്പം ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഞാനും ഈ സ്കൂളിൽ പഠിച്ചു പോയിട്ടുള്ള ഒരു ആള് എന്ന നിലയിൽ എല്ലാവിധ വിജയാശംസയും ഈ SS തങ്കസിറ്റി സ്കൂളിന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മാം. യോഗത്തിന് ആശംസകൾ നടത്തി സംസാരിക്കുന്നതിനായി തൊടുപുഴ SNDP യൂണിറ്റ് കൺവീനർ ശ്രീ PT ഷിബുവിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിച്ചു. ബഹുമാനായ യോഗാധ്യക്ഷൻ ഉൾപ്പെടെ വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ സ്കൂളിൽ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവം വരുത്തുക എന്നുള്ളത് ഇതിൻ്റെ മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമാണ്. അതായത് ഈ ഇത്രയും പരിമിതികളുള്ള ഈ സ്കൂളിൽ വെച്ചുകൊണ്ട് പ്രദേശത്ത് സ്കൂൾ കലോത്സവം നടത്തുമ്പോൾ അതിന് വളരെ ഒരു ചിട്ടയായ പ്രവർത്തനവും ഒരുക്കങ്ങൾ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് അതിന് വേണ്ട എല്ലാ സൗകര്യവും ഒരുക്കുകയും ഇത്രയും ഭംഗിയായി നമുക്കൊരു വിളംബര ജാഥയോടുകൂടി തന്നെ കലോത്സവം ആരംഭിക്കുന്നതിന് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്ന മത്സരിക്കുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് SNDP തൊടുപുഴ യൂണിയന്റെ എല്ലാവിധ ആശംസകളും നടത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസ പറയുന്നതിനായി കഞ്ഞിക്കുഴി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ശ്രീ സിബി ആർക്കാടിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീമതി വിജി PM ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. നമ്മുടെ RDD-ആണ്, കോട്ടയം ഇടുക്കി ജില്ലകളുടെ RDD-ആണ്. ശ്രീമതി വിജി PM ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രൗഢഗംഭീരമായ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീ ജോർജ് ജോസഫ് സർ, യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ അവർ, വേദിയിലും സന്നിഹിതരായിരിക്കുന്ന പ്രമുഖ രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, അതോടൊപ്പം ഇടുക്കി DD ഷാജി സർ, പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, വളരെയേറെ അഭിമാനത്തോടുകൂടിയാണ് ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം ഏതാണ്ട് ഒരു മാസത്തിന് മുൻപ് ഈ സ്കൂളിലെ ഏതാനും അധ്യാപകരോടൊപ്പം യാത്ര ചെയ്യുവാൻ സാധിച്ചു. ആ അവസരത്തിൽ നമ്മുടെ വേദി, കലോത്സവത്തിൻ്റെ വേദി ഏതാണ് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനമെടുത്തിരുന്നില്ല. എങ്കിലും അന്ന് എന്നോടൊപ്പം യാത്ര ചെയ്ത ഈ സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ട ഏതാനും അധ്യാപകർ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി, ഏത് മാർഗത്തിലൂടെയും ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷത്തെ കലോത്സവം എത്തിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും ഞങ്ങൾ തേടും, അതിന് മന്ത്രിയുടെ സഹായം വേണമെങ്കിലും ഞങ്ങൾ തേടും എന്ന് എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ സമയം എനിക്ക് വളരെയേറെ ഒരു അഭിമാനം തോന്നി. കാരണം ഇത്തരത്തിലുള്ള ഒരു മേളകൾ സംഘടിപ്പിക്കുവാനായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് ഒരു വേദി കണ്ടെത്തുവാനായി വളരെയേറെ വിഷമിക്കുന്ന കാലഘട്ടമാണ്. ഈ അവസരത്തിലാണ് ഈ സ്കൂളിലെ അധ്യാപകർ ഏത് മാർഗത്തിലൂടെയും ഇത് ഞങ്ങളുടെ സ്കൂളിൽ എത്തിച്ചേ മതിയാകൂ എന്ന് അവരൊരു ആവശ്യം ഉന്നയിച്ചത്. അതിന് ഞാൻ ഈ സ്കൂളിലെ അധ്യാപകരെയും പ്രിൻസിപ്പലിനെയും അതോടൊപ്പം എല്ലാത്തിനും ഉപരി ഈ സ്കൂള് വിട്ടുകൊടുക്കുന്ന ഈ പ്രോഗ്രാം നടത്തിപ്പിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന മാനേജർ ബിജു സാറിനെയും
അങ്ങേയറ്റം അനുമോദിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ കാഴ്ച എല്ലാ കാര്യങ്ങളും തുടക്കം നന്നായാൽ ഒടുക്കം നന്നാകുമെന്ന് നമ്മൾ കേട്ടിരിക്കുന്നത് പോലെ തന്നെ വളരെ വർണ്ണാഭമായ ഈ ഘോഷയാത്ര അത് നമുക്ക് എല്ലാവർക്കും കൺകുളിർക്കെ കണ്ടു നിൽക്കേണ്ടിയ ഒന്നായിരുന്നു. അത് ഈ നാടിൻ്റെ ഒരു സൗന്ദര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിനുവേണ്ടി ഈ ഇത്ര വർണ്ണാഭമായ ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ച ഈ സ്കൂളിലെ ഇതിൻ്റെ സംഘാടക സമിതിയോട് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ അവർക്ക് പ്രത്യേകമായ അനുമോദനങ്ങൾ നേർന്നുകൊണ്ട് ഈ 4 ദിവസമായി നാളെ മുതൽ 4 ദിവസമായി നടക്കുന്ന ഈ മാമാങ്കത്തിന് എല്ലാവിധ ഭാവുകങ്ങളും വിദ്യാഭ്യാസ വകുപ്പിന്റെ പേരിൽ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി കഞ്ഞിക്കുഴി SNDP ശാഖ പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻകുട്ടി പൊങ്ങമ്പാറയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി ജില്ലയിലെ 35ാമത് റവന്യൂ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് ജോർജ് അവർക്ക് ആശംസകൾ അർപ്പിച്ചുകൊള്ളുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ജലവിഭവ മന്ത്രി റോഷി ഹർഷൻ അവർക്കും അവർ വിശിഷ്ട അതിഥികളായി എത്തിച്ചേർന്നിരിക്കുന്ന പ്രവർത്തനം നടത്തുന്നതിന് എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീമതി ദിവ്യ കണ്ണൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലോഗോ സമ്മാനം ശ്രീമതി വിഘ്നശ്രീ IAS ലഘു ഇടുക്കി ജില്ലാ കളക്ടർ കലോത്സവം സന്ദേശം നൽകുന്നതിനായി ശ്രീ ബിജു മാധവൻ മാനേജർ SMHSS കഞ്ഞിക്കുഴി ആശംസകൾ അർപ്പിക്കുന്നതിന് ഷൈനി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ CB രാജേന്ദ്രൻ ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി രാജേശ്വരി രാജൻ വൈസ് പ്രസിഡന്റ് കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് ഈ കലോത്സവത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഒറ്റവാക്കിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ഈ യോഗത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ ശ്രീ ജോസഫ് മാത്യു സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. യോഗത്തിന്റെ അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് അവർ, ഇടുക്കി TD ഷാജി സാറ്, സ്കൂൾ മാനേജർ ബിജു മാധവൻ അവർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, നമ്മുടെ ഈ 35ാമത് ഇടുക്കി റവന്യൂ കലോത്സവം ഇവിടെ നമ്മുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഇനി വരുന്ന 4 ദിവസങ്ങൾ ഏറ്റവും മനോഹരമായിട്ട് ഇവിടെ മത്സരം നടക്കാനും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ സംഘാടക സമിതിക്കും ഇവിടെയുള്ളവർക്കുമാണ്. ഈ കുട്ടികളെ സ്വീകരിക്കാനും കുറ്റമറ്റ രീതിയിൽ ഈ മത്സരം ഇവിടെ നടത്തുവാനും വിവിധ അധ്യാപക സംഘടനകളുണ്ട്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തുണ്ട്, ജനപ്രതിനിധികളുണ്ട്. നമുക്ക് കൂട്ടായിട്ട് പരിശ്രമിക്കാം. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഏറ്റവും ഐശ്വര്യമായി നമ്മുടെ ഈ 4 ദിവസത്തെ മത്സരങ്ങൾ ഇവിടെ അരങ്ങേറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നടത്തുന്നു. താങ്ക് യു. താങ്ക് യു സർ. അടുത്തതായിട്ട് ആശംസ പറയുന്നതിനായി KSTS പ്രതിനിധി ശ്രീ അനിൽകുമാർ MRനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ആശംസ പറയുന്നതിനായി KPSTS പ്രതിനിധി ശ്രീ ആന്റണി VKനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, യോഗത്തിന് സ്വാഗതം ആശംസിച്ച TD ഷാജി സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഇനി 4 നാളുകൾ കലയുടെ ആസ്വാദനത്തിന്റെ ദിവസങ്ങളായി മാറുകയാണ്. കഞ്ഞിക്കുഴിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങളാണ്. കഞ്ഞിക്കുഴിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറെ അധ്വാനിക്കേണ്ട ദിവസങ്ങൾ കൂടിയാണ്. വളരെ ജാഗ്രതയോടുകൂടി ഏറ്റവും കുറ്റമറ്റ രീതിയിലെ കലോത്സവം ഇടുക്കി ജില്ലയുടെ മാതൃകയായ കലോത്സവമായി മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകൾക്കും ഈ സദസ്സിലിരിക്കുന്ന ആളുകൾക്കും എല്ലാം ഉണ്ട്. അതിനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പ്രോഗ്രാം കമ്മിറ്റിയും ഭക്ഷണ കമ്മിറ്റിയും ഉൾപ്പെടെ എല്ലാ കമ്മിറ്റികളും നിർവഹിച്ചു വരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഈ 4 ദിവസവും നിറഞ്ഞ് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം. വളരെ ചിട്ടയായ രീതിയിൽ ഈ
ജില്ലാ കലോത്സവം ഇവിടെ സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത ഈ സ്കൂളിന്റെ മാനേജരെ ഉൾപ്പെടെ ഈ സ്കൂളിന്റെ മുഴുവൻ അധ്യാപകരെയും ഇതിന് മുന്നൊരുക്കം നടത്തിയ എല്ലാവരെയും അഭിവാദനം ചെയ്തുകൊണ്ട് ഈ യോഗത്തിൽ വളരെ നല്ല രീതിയിൽ നല്ല വാഗ്ദാനങ്ങൾ, ഭാവിയുടെ വാഗ്ദാനങ്ങളായേണ്ട കുരുന്നുകൾക്ക് പ്രചോദനകരമായി മാറേണ്ട വാക്കുകൾ പൊഴിഞ്ഞ എല്ലാവരെയും സംഘാടക സമിതി പ്രോഗ്രാം കമ്മിറ്റിക്ക് വേണ്ടിയും KPSTA ഇടുക്കി ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും അഭിവാദനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം വയ്ക്കുന്നു. നന്ദി. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ സംസാരിക്കുന്നതിനായി KSSTF സംസ്ഥാന സെക്രട്ടറി ശ്രീ ജിമ്മി മറ്റത്തിപ്പാറ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സമ്മേളനത്തിന്റെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫ് അവർ, വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ പ്രിയപ്പെട്ട ഷാജി സാറ്, സ്കൂൾ മാനേജർ പ്രിയപ്പെട്ട ബിജു മാധവൻ അവർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥി സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. 35ാമത് റവന്യൂ ജില്ലാ കലോത്സവം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ സ്ഥിരാകേന്ദ്രമായ നന്ദി സിറ്റിയിൽ ഈ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുകയാണ്. 4 ദിവസങ്ങൾ, 4 ദിനരാത്രങ്ങൾ സജീവമായ കലയുടെ അരങ്ങേറ്റം കൊണ്ട് നടക്കുകയാണ്. ഈ കല 100% ഈ മാമാങ്കം 100% വിജയിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. കാരണം ഒത്തിരിയേറെ കഠിനാധ്വാനവും കഠിന പ്രയത്നവും എല്ലാം ഈ മേളയുടെ വിജയത്തിന് ആവശ്യമായിട്ടുണ്ട്. അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ ഈ സ്കൂളിന്റെ മാനേജ്മെന്റിനും ഈ സ്കൂളിനും വിദ്യാഭ്യാസ വകുപ്പിനും അധ്യാപക സംഘടനകൾക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പ്രവർത്തകനാണ്. കാരണം എല്ലാ തവണയും നടക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലുള്ള സംഘാടക വൈഭവത്തോടുകൂടി ഇവിടെ ഈ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുന്നതിലും ആത്മാർത്ഥമായി അഭിമാനിക്കുന്ന ഒരു സംഘടനാ പ്രവർത്തകനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ മേള 100% വിജയിക്കട്ടെ, ഒരു കല്ലുകളിയും ഇല്ലാതെ പൂർണ്ണമായും വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ മേളയുടെ വിജയത്തിന് KSSTF-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവങ്ങളും നടന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി AKSTF പ്രതിനിധി ശ്രീ രമേഷ് കുമാർ സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസ പറയുന്നതിനായി NTU പ്രതിനിധി ശ്രീ VC രാജേന്ദ്രകുമാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. KATF പ്രതിനിധി ശ്രീ അനീസ് അലി AM-നെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. KSLM-CTA പ്രതിനിധി ശ്രീ പുഷ്പരാജ് ജി സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലുള്ള എല്ലാവർക്കും നമസ്കാരം. AKSTയുടെ പ്രതിനിധിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. AKST 3 കമ്മിറ്റികൾ എടുത്തിട്ടുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട്, വെൽഫെയർ കമ്മിറ്റി, സ്റ്റേജ് ആൻഡ് ബഡ്ജറ്റ്. ഞങ്ങൾ 2-3 ദിവസം മുമ്പ് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. വളരെ സജീവമായിട്ട് എല്ലാ ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ മുതൽ പ്രോഗ്രാം 30-ാം തീയതി വരെ ഉള്ള എല്ലാ കാര്യവും അതത് ദിവസം വളരെ ചിട്ടയായിട്ട് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനുള്ള പ്ലാനൊക്കെ ചെയ്തു കഴിഞ്ഞു. നല്ല രീതിയിൽ പോകും, അതിൽ യാതൊരു സംശയമില്ല. ഈ കഞ്ഞിക്കുഴി SNHS-ന് ഒരു നല്ല മികവ് നടത്തിയെന്ന് വെച്ചിട്ട് എല്ലാവരുടെ ആശംസകൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസകൾ അറിയിക്കുന്നതിനായി SNHS കഞ്ഞിക്കുഴി PTA പ്രസിഡന്റ് ശ്രീ മനേഷ് AS-നെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ജോർജ് ജോസഫ് അവർ, ഉദ്ഘാടനം നിർവഹിച്ച അതിനായ മന്ത്രി റഷീദ് സാർ ഉൾപ്പെടെ മാനേജർ ബിജു മാധവൻ സാർ, ഷാജി സാർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ളവരെ, ഏറ്റവും അഭിമാനം തോന്നുന്ന ഒരു നിമിഷത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്.
കഞ്ഞിക്കുഴിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ മാമാങ്കത്തിന് തുടക്കം ആവുകയാണ്. വരുന്ന 4 ദിവസക്കാലം ഒരു മാമാങ്കം മുന്നേറുമ്പോൾ അതിൽ പങ്കാളികളാകുവാൻ അണിചേരുവാൻ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ ആളുകളോടും അഭ്യർത്ഥിച്ചുകൊണ്ട് മാമാങ്കത്തിൽ പങ്കാളികളായി ചേർന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയത്തിന്റെ എല്ലാ കർമ്മങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്ന നമസ്കാരം. കൃതജ്ഞതയെ അർപ്പിക്കുന്നതിനായി സ്വീകരണ കമ്മിറ്റി കൺവീനർ ശ്രീ ഷൈൻ ജോസിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിന് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട അഡീഷൻ ഡോക്ടർ സുപ്പായി, ഉദ്ഘാടകനായെത്തിയ കോച്ച് സാറ്, പ്രിയപ്പെട്ട ഷായ് സാറ്, സ്കൂളിന് മാനേജര് വിജുമാധൻ അവർ, പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുള്ള രാഷ്ട്രീയ നേതാക്കളെ, ജനപ്രതിനിധികളെ, പ്രിയപ്പെട്ട കുട്ടികളെ, അധ്യാപക പ്രതിനിധികളെ, ഈ 35ാമത് റവന്യൂ ജില്ലാ കലോത്സവം കഞ്ഞിക്കുഴിയിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഞങ്ങൾ അധ്യാപകരെ എല്ലാം സംബന്ധിച്ചിടത്തോളം ആദ്യം ഒരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ഈ സ്കൂളിൻ്റെ മാനേജര് പ്രിയപ്പെട്ട ബിജുമാധൻ അവരുകളെ ഒരു കട്ടപ്പനക്കാരൻ എന്ന രീതിയിൽ ഞാൻ ഇന്നല്ല കാണാൻ തുടങ്ങി. തീർച്ചയായിട്ടും അദ്ദേഹം മുൻകൈയെടുത്ത് ഈ കഞ്ഞിക്കുഴിയിലേക്ക് ഈ ജില്ലാ കലോത്സവം കൊണ്ടുവന്നപ്പോൾ അതിന് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഏറ്റവും അവസാനം നിർലോഭമായ പിന്തുണയാണ് നൽകിയത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് കടന്നു വന്നത് നമ്മുടെ പ്രിയങ്കരനായ ജോർജ് ജോസഫ് ബൈൽ എന്ന പ്രിയപ്പെട്ട മക്കച്ചൻ്റെനാണ്. നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ നാഥനാണ്. കഞ്ഞിക്കുഴി പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നതെങ്കിലും ഈ ഒരു നമ്മൾ ഈ കലോത്സവം കഞ്ഞിക്കുഴിയിലേക്ക് എന്നൊരവസ്ഥയിൽ വന്നതിന് ശേഷം എല്ലാവിധ പിന്തുണയും നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രിയപ്പെട്ട പ്രസിഡന്റ്. അദ്ദേഹത്തെ ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിൽ അദ്ദേഹത്തിനുള്ള എല്ലാവിധ കൃതജ്ഞതയും ഞാൻ അർപ്പിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി, ഇടുക്കിയുടെ മന്ത്രി എന്നതിനപ്പുറം ഞാനിപ്പോൾ അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഞ്ഞിക്കുഴിയുടെ മന്ത്രി എന്നാണ്. കാരണം ഈ കഞ്ഞിക്കുഴിയിലേക്ക് ഈ കലോത്സവം കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ശക്തമായ നിർദ്ദേശം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ബിജുമാധവൻ അവരോടുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹബന്ധവും അതിൻ്റെ ഒരു നാഴികക്കല്ലായിരുന്നു എന്നുള്ള കാര്യം അതിൻ്റെ പുറകിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഈ കലോത്സവം കഞ്ഞിക്കുഴി സ്കൂളിലാണ് എന്ന് തീരുമാനിച്ചതിന് ശേഷം അദ്ദേഹം ഏതാണ്ട് ദിവസേന ഒരു 2 പ്രാവശ്യമെങ്കിലും ഇതിന്റെ റിവ്യൂ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ തുടരെ ഞങ്ങളെ എല്ലാവരെയും ബന്ധപ്പെടുകയും ചെയ്തയാളാണ്. എന്താ ഇവിടെ കാര്യങ്ങൾ, നമുക്കതൊരു ഗ്രാമമാണ്, ആ ഗ്രാമത്തിന്റെ ഉത്സവമാക്കി മാറ്റണം ഈ കലോത്സവം എന്ന അദ്ദേഹത്തിന്റെ ശക്തമായ നിർദ്ദേശത്തോട് ഏറ്റവും പിന്തുണയോട് നിൽക്കുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായി. പ്രിയപ്പെട്ട റോഷി സാറ് നമ്മുടെ ഈ കലോത്സവം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട റോഷി സാറിന് ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാനായി നമ്മുടെ പ്രിയപ്പെട്ട ഭവ്യ കണ്ണൻ നമ്മുടെ വേദിയിൽ എത്തിയിരുന്നു. ഒരുപാട് അകലയിൽ നിന്നാണ് ശ്രീമതി ഇവിടെ എത്തിയത്. ശ്രീമതി ഭവ്യ കണ്ണനോട് ഞാൻ എൻ്റെ നമ്മുടെ കലോത്സവത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ സ്കൂളിൻ്റെ മാനേജർ പ്രിയപ്പെട്ട ബിജുമാധൻ അവറുകൾ, അദ്ദേഹം നമുക്കറിയാം കഞ്ഞിക്കുഴിയുടെ മാത്രമല്ല ഞങ്ങൾ കട്ടപ്പനക്കാരുടെയും എല്ലാം ഒരു ആശ്രയ കേന്ദ്രമാണ് പ്രിയപ്പെട്ട ബിജുമാധൻ.
അദ്ദേഹത്തെ ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിൽ അദ്ദേഹത്തോടുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഷാജി സാറിനെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പം മാണി സാറിൻ്റെ ഓർമ്മയാണ്. കാരണം അദ്ദേഹം ഒരുപാട് വയ്യായ്മയിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഒക്കെ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കലോത്സവം ഇവിടെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഒരു കാലഘട്ടമായപ്പോൾ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം അവസാന കാലഘട്ടമായപ്പോൾ ഞങ്ങൾക്കറിയാം അദ്ദേഹം ഒരു സ്റ്റേജിലേക്ക് വരുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങളും ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും, കാരണം ഇവിടെ ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ അത്ര സുന്ദരമായിട്ട് ഷാജി സാർ ഇങ്ങോട്ട് കയറി വരുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള സഹപ്രവർത്തകരോടൊക്കെ ചോദിക്കായിരുന്നു, ഷാജി സാർ വരുമോ? 2 ദിവസം ഷാജി സാറിനെ കണ്ടില്ലേ ഞാൻ ചോദിക്കും, ഷാജി സാർ എന്തെങ്കിലും വീണ്ടും ആശുപത്രിയിലോ ആയോ? അത്രയും പ്രശ്നങ്ങളിലും പ്രസിദ്ധിയിലും നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ശാരീരികാവസ്ഥയിലുള്ള പ്രിയപ്പെട്ട ഷാജി സാറ് ഇത്ര ആക്റ്റീവായിട്ട് ഈ കലോത്സവ വേദിയുടെ ചുക്കാൻ പിടിച്ചിരിക്കുമ്പോൾ ഷാജി സാറിനെ ഈ കലോത്സവ വേദിയുടെ പേരിൽ കൃതജ്ഞത അർപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. പ്രിയപ്പെട്ട ഷാജി സാറിന് ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുക. പ്രിയപ്പെട്ട ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റൈച്ചേച്ചി, ഞാൻ റൈച്ചേച്ചിനെ വിളിച്ചത് ഞാൻ കഴിഞ്ഞ ആദ്യത്തെ മീറ്റിങ്ങിലാണ് ഷൈനി ചേച്ചി ഞാൻ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ മീറ്റിംഗ് ആയപ്പോൾ ഞാൻ ഓർത്ത് സംഗതി ഷൈനി ചേച്ചി അപ്പോടെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പക്ഷേ ഷൈനി ചേച്ചി ഇടപെട്ടപ്പോൾ ആക്ച്വലി നമുക്ക് വേണ്ട ഈ നാടിൻ്റെ ഒരു മുതൽക്കൂട്ടാണ് പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ. കാരണം അതിനുശേഷം ഞാൻ വിളിച്ച ഓരോ സംശയങ്ങൾക്കും ഓരോ നമ്മുടെ സ്വീകരണ കമ്മിറ്റി എന്ന രീതിയിൽ ഓരോ കാര്യങ്ങളും ഇടപെട്ടപ്പോഴും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾക്ക് അതിനുവേണ്ട എല്ലാ പ്രോത്സാഹനവും തന്നെ നൽകിയ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് പ്രിയപ്പെട്ട ഷൈനി റിച്ചി അവർ. അദ്ദേഹത്തോട് ഞാൻ ഈ കലോത്സവ വേദിയിലുള്ള നന്ദി അർപ്പിക്കുക. പ്രിയപ്പെട്ട കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ, പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റിനോട് ഈ സ്കൂൾ കലോത്സവത്തിന് വേദിയിലുള്ള കൃതജ്ഞത അർപ്പിക്കുക. കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് എം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കലോത്സവ വേദിയുടെ നിർണായക ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് പഞ്ചായത്തിൻ്റെ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന് പറയും. അപ്പോൾ പ്രദീപിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതൽ തന്നെ എല്ലാവിധ പിന്തുണ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മുടെ പ്രിയപ്പെട്ട പ്രദീപിയുടെ ഉള്ളതിന് മറ്റ് പ്രശ്നങ്ങൾ നമ്മൾക്കില്ല എന്ന ഒരു ധൈര്യം ഞങ്ങൾക്ക് നൽകിയത് പ്രിയപ്പെട്ട പ്രദീപ് എം ആണ്. പ്രിയപ്പെട്ട വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രദീപ് എമ്മിന് ഈ കലോത്സവ വേദിയുടെ കൃതജ്ഞത അർപ്പിക്കുക. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പ്രിയപ്പെട്ട ബിനോയ് വർക്കിക്ക് ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മലയാപുരം സ്കൂളിന്റെ പ്രിൻസിപ്പളും ഞങ്ങളുടെ അധ്യാപക നേതാവുമായ പ്രിയപ്പെട്ട സിവിച്ചൻ തോമസിനും ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. സ്വീകരണ കമ്മിറ്റി ചെയർമാനും പ്രിയപ്പെട്ട ഈ നാടിന്റെ പ്രിയങ്കരനുമായ ബേബി മാത്യു ഐക്യരയ്ക്ക് ഞാൻ ഈ കലോത്സവത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുന്നു. പ്രിയപ്പെട്ട നിഷ സുരേന്ദ്രൻ അവരുകൾ, ശ്രീമതി ടിൻസി തോമസ് അവരുകൾ, ശ്രീമതി ഉഷ മോഹനൻ, പ്രിയപ്പെട്ട സിബി ആറക്കാട്ട് അവർക്ക് ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹയർ സെക്കൻഡറി അധ്യാപകരുടെ ഞങ്ങളുടെ കോട്ടയം റീജിയൻ ഞങ്ങളുടെ ഹെഡാണ് പ്രിയപ്പെട്ട വിജി PN അവരുകൾ, ഞങ്ങളുടെ കോട്ടയം RDD ആണ്. ഇന്നലെ ഞാൻ RDD വിളിക്കുമ്പോൾ RDDയെ സംബന്ധിച്ചിടത്തോളം RDD പറഞ്ഞു, സാറേ ഇത്രയും ഒരു ശാരീരിക വിഷമങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഞാനൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാൻ വിളിച്ചപ്പോൾ 2 പ്രാവശ്യം RDD ഫോൺ എടുക്കാൻ വന്നപ്പോൾ ഞാൻ ഓർത്ത് വന്നു കാണുകയല്ല, വയ്യായിരിക്കും. പക്ഷെ തീർച്ചയായിട്ടും ശ്രീമതി വിജയ അവർക്ക് നമ്മൾ ഈ കലോത്സവം എന്ന് കേട്ടപ്പോൾ അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പ്രത്യേകിച്ച് കഞ്ഞിക്കുഴി ഗ്രാമം ഇതിനെ ഏറ്റെടുത്തു എന്ന് ഞങ്ങൾ ഇന്നലെയൊക്കെ പറഞ്ഞപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട RDDക്കും ഈ കലോത്സവത്തിന്റെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുക.
ഈ വേദിയിൽ എത്തിച്ചേർന്നില്ലെങ്കിലും എത്തിച്ചേരാമെന്ന് അറിയിച്ച ശ്രീമതി നവീന പി AD VHC, ഫാദർ ജോർജ് തകടിയൽ സെക്രട്ടറി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ഇടുക്കി, റവറൻഡ് ഫാദർ ഡൊമിനിക് അയ്യൂപ്പറമ്പിൽ സെക്രട്ടറി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി കാഞ്ഞിരപ്പള്ളി, റവറൻഡ് ഫാദർ മാത്യു മുണ്ടക്കൽ സെക്രട്ടറി കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി കോതമംഗലം, റവറൻഡ് ഫാദർ ബിജു വെട്ടുകല്ലൽ CMI മാനേജർ കാർമൽ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മൂവാറ്റുപുഴ, ശ്രീ ബാസിദ് ഹസൻ സെക്രട്ടറി MAS സ്കൂൾസ് ഇടുക്കി, ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ വികാരി സെന്റ് മേരീസ് ചർച്ച് കഞ്ഞിക്കുഴി എന്നിവർക്കും ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. SNDP ശാഖ കഞ്ഞിക്കുഴിയുടെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രൻകുട്ടി പൊങ്ങൻപാറയ്ക്ക് അവർക്ക് ഞാൻ ഈ കലോത്സവ വേദിയുടെ കൃതജ്ഞത അർപ്പിക്കുകയാണ്. NSS കരയോഗം കഞ്ഞിക്കുഴി പ്രസിഡന്റ് ശ്രീ TK തുളസീധരനിലേക്ക് ഞാൻ തുളസീധരൻ അവർക്ക് ഞാൻ ഈ കലോത്സവ വേദിയിലുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. ശ്രീ PN നിസാമുദ്ദീൻ ഫൈസൽ ഇമാം ഇലാഖിയ ജുമാ മസ്ജിദ് കഞ്ഞിക്കുഴിക്ക് ഈ കലോത്സവ വേദിയുടെ നന്ദി അറിയിക്കുക. നമ്മുടെ ഇടുക്കി ജില്ലാ ഹയർ സെക്കൻഡറി കോർഡിനേറ്റർ പ്രിയപ്പെട്ട ജോസഫ് മാത്യു സാറ്, അദ്ദേഹം മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പളാണ്. അദ്ദേഹത്തിന് ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ പ്രസാദ് R പ്രിൻസിപ്പൽ ഡയറ്റ് ഇടുക്കി, ശ്രീ ഷാജിമോൻ PK ജില്ലാ കോർഡിനേറ്റർ ഡയറ്റ്, ശ്രീ MM ഷാജഹാൻ SSK ജില്ലാ കോർഡിനേറ്റർ, ശ്രീ K ബിൽമോൻ ജില്ലാ കോർഡിനേറ്റർ വിദ്യാഭ്യാസ കമ്മീഷൻ, ശ്രീ PK മണികൻ DO കട്ടപ്പന, ശ്രീമതി വിനി C DO തൊടുപുഴ എന്നിവർക്ക് ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. KSCയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ അനിൽകുമാർ MR, KPSCയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിച്ചേർന്ന ശ്രീ ആറ്റ്ലി VK, KSSCയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയ ശ്രീ ജിമ്മി മണ്ണുതിപ്പാറ, AKSCയുടെ പ്രതിനിധിയായി ഇവിടെ എത്തിയ ശ്രീ രമേഷ് കുമാർ, പ്രതിനിധിയായി ശ്രീ മനീഷ് KSLMGയുടെ പ്രതിനിധിയായി ശ്രീ പുഷ്പരാജ് T എന്നിവർക്ക് അധ്യാപക പ്രതിനിധികൾക്ക് ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. SNHSS കഞ്ഞിക്കുഴിയുടെ PTA പ്രസിഡന്റായ ശ്രീ മനീഷ് AS, ഞാൻ അദ്ദേഹത്തിന് ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. ശ്രീ ഹയർ സെക്കൻഡറി സ്കൂൾ കഞ്ഞിക്കുഴി SNHSS കഞ്ഞിക്കുഴിയുടെ പ്രിൻസിപ്പൽ ശ്രീ രാജീവ് ജോസഫ് സാറിന് ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വേദിയും സദസ്സിലുമുള്ള ആരെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും ഞാൻ ഈ കലോത്സവ വേദിയുടെ പേരിലുള്ള കൃതജ്ഞത അർപ്പിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഈ കലോത്സവ വേദിയിലേക്ക് പങ്കെടുക്കാൻ കടന്നു വരുന്ന വിദ്യാർത്ഥികൾ, അവരെ കൂട്ടിക്കൊണ്ടുവരുന്ന അധ്യാപകരെ, രക്ഷിതാക്കൾ, ഈ നാട്, ഈ കഞ്ഞിക്കുഴി എന്ന ഈ ഗ്രാമപ്രദേശത്തിന്റെ എല്ലാമായ ജനപ്രതിനിധികൾ, അവരെ എല്ലാവരും ഒറ്റവാക്കി ഞാൻ ഈ കലോത്സവ വേദിയുടെ നന്ദി അർപ്പിച്ചുകൊണ്ട് എന്നെ കേട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചു എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. നമ്മൾ ഏറെ നേരം കാത്തിരുന്ന ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ വേദികളിൽ തിരിതെളിഞ്ഞിരിക്കുന്നു. ഇത്രയും നേരം നമ്മോടൊപ്പമായിരുന്ന വിശിഷ്ട വ്യക്തികൾക്കും ഇവിടെ കൂടിയിരുന്ന എല്ലാ നാട്ടുകാർക്കും, രക്ഷിതാക്കൾക്കും, അധ്യാപകർക്കും, വിദ്യാർത്ഥികൾക്കും ഇടുക്കി റവന്യൂ ജില്ലാ കലോത്സവ പബ്ലിസിറ്റി കമ്മിറ്റിയുടെ പേരിലുള്ള വിലയേറിയ നന്ദി അറിയിക്കുന്നു. യോഗ നടപടികൾ അവസാനിക്കുന്നു. ദേശീയ ഗാനത്തിനായി നമുക്ക് എഴുന്നേൽക്കാം. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उज्जल जलधि तरंगा तव शुभ नामे जागे तव शुभाशिष मागे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे